മഞ്ഞു പുതഞ്ഞ അൽമാട്ടിയിലെ 2ാം ദിവസമാണിന്ന്. മുന്നേ തീരുമാനിച്ചതുപോലെ ഞങ്ങൾ രാവിലെ തന്നെ എണീറ്റ് എല്ലാവരും റെഡിയായി. ഇന്നൊരു ദീർഘദൂര യാത്രയാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. രാവിലെ പുറത്തോട്ട് നോക്കിയപ്പോഴുള്ള കാഴ്ച അതിമനോഹരം. എങ്ങും മഞ്ഞിൽ പൊതിഞ്ഞു നിൽക്കുന്നു. എങ്കിലും ജനജീവിതം സാധാരണ പോലെ തന്നെ. സ്കൂൾ കുട്ടികളുമായി പുറത്തേക്ക് പോകുന്നവർ, ഓഫീസുകളിലോട്ട് മറ്റും പോകുന്നവർ. ഞങ്ങളുടെ ഡ്രൈവർ രാവിലെ തന്നെ എത്തിയിരുന്നു. അവിടുത്തെ നാട്ടുകാരനായ ഒരു ഡ്രൈവറാണ്. ഞങ്ങളുടെ യാത്ര ആരംഭിച്ചിരിക്കുകയാണ്. കസാക്കിസ്ഥാനും ചൈനയുമായി അതിർത്തി വേർതിരിക്കുന്ന ടിയാൻ ഷാൻ പർവ്വതനിരയിൽ സ്ഥിതി ചെയ്യുന്ന കൊൽസായി തടാകക്കരയിലേക്കാണ് ഇന്നത്തെ യാത്ര. അൽമാട്ടിയിൽ നിന്നും ഏകദേശം 300 കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചാൽ മാത്രമേ നമുക്ക് കൊൽസായിൽ എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ. റോഡിലെങ്ങും മഞ്ഞ്. എവിടെ നോക്കിയാലും കണ്ണെത്താത്ത ദൂരം മഞ്ഞിൽ പുതഞ്ഞു കിടക്കുന്നു. മരുഭൂമിയെ പോലെ മഞ്ഞിൽ പുതഞ്ഞു കിടക്കുന്ന ഈ സമതലങ്ങളിലൂടെ ദൂരം താണ്ടിയാൽ മാത്രമേ നമ്മുടെ ലക്ഷ്യസ്ഥാനത്തെത്തുവാൻ സാധിക്കുകയുള്ളൂ. പോകുന്ന വഴിയിൽ അങ്ങിങ്ങായി കുതിരക്കൂട്ടങ്ങൾ മേഞ്ഞു നടക്കുന്നത് കാണാം. ഇവിടെ ഈ കുതിരകളെ വളർത്തുന്നത് പ്രധാനമായും മാംസത്തെ ഉദ്ദേശിച്ചാണ്. കുതിരമാംസം ഇവരുടെ ഒരു പ്രധാന ഭക്ഷണമാണ്. ഇവിടുത്തെ ഈ തണുപ്പിനെ അതിജീവിക്കാൻ ഇതൊക്കെയല്ലേ മതിയാവൂ. ഞങ്ങളുടെ ഡ്രൈവർ നല്ല എക്സ്പേർട്ടാണ്. നിത്യാഭ്യാസി ആനയെടുക്കും എന്ന് പറയുന്നത് പോലെ ഈ മഞ്ഞിൽ പുതഞ്ഞ രീതിയിലൂടെ അയാൾ 120 കിലോമീറ്റർ സ്പീഡിൽ പായിക്കുകയാണ്. ഞങ്ങളുടെ മനസ്സിൽ അപ്പോൾ നിറഞ്ഞ ചിന്ത, എന്തെങ്കിലും ഒരു ആവശ്യത്തിന് സഡൻ ബ്രേക്ക് ഇടേണ്ടി വന്നെങ്കിലോ എന്നാണ്. ഒരു 300 മീറ്ററെങ്കിലും പോയി വണ്ടി നിൽക്കുകയുള്ളൂ. കാരണം ഐസിന്റെ ഒരു പാളി തന്നെ ഉണ്ട് റോഡിന്റെ മുകളിൽ. റോഡിന്റെ വശങ്ങളിൽ ആപ്പിൾ തോട്ടങ്ങളുണ്ട്. പക്ഷേ കുറ്റിച്ചെടികൾ പോലെ മരങ്ങൾ ഇലപൊഴിച്ച് നിൽക്കുന്നതുകൊണ്ട് ഒരു ചാരുതയുമില്ല. വസന്തകാലത്താണ് വരുന്നതെങ്കിൽ ഈ പ്രകൃതി തികച്ചും വ്യത്യസ്തമായ ഒരു അനുഭവം നൽകിയേനെ. ഇപ്പോൾ ഞങ്ങൾ ജനവാസ മേഖല താണ്ടി വിജന പ്രദേശങ്ങളിലേക്ക് എത്തിയിരിക്കുന്നു. അകലെ മഞ്ഞിൽ പുതഞ്ഞ പർവ്വതങ്ങൾ ദൃശ്യമായി കൊണ്ടിരിക്കുന്നു. ഒരിക്കലും എത്തുമെന്നോ കാണുമെന്നോ പ്രതീക്ഷിക്കാത്ത വിജനമായ ലോകത്തിന്റെ ഏതോ ഭൂഭാഗത്തോടു കൂടിയുള്ള യാത്ര. നമ്മൾ കൊതിക്കും, ദൈവം വിധിക്കും. സൂര്യകിരണങ്ങളേറ്റ് റോഡിലെ ഐസ് ഉരുകിയിരിക്കുന്നു. ഇപ്പോൾ റോഡ് നല്ല വിശാലവും വിസ്തൃതവുമായി കാണാം. അതുകൊണ്ടായിരിക്കാം ഞങ്ങളുടെ വണ്ടിയുടെ സ്പീഡ് പലപ്പോഴും 140 കിലോമീറ്ററിന് മുകളിലെത്തുന്നു. വല്ലപ്പോഴുമൊക്കെ മാത്രമേ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് വാഹനങ്ങൾ വരുന്നുള്ളൂ. ഇരുവശവും ചെങ്കുത്തായി നിൽക്കുന്ന മലകൾക്കിടയിലൂടെ വളഞ്ഞും പുളഞ്ഞും തിരിഞ്ഞും നീണ്ടു കിടക്കുന്ന റോഡ്. ഇടയ്ക്ക് വലിയ ചെമ്മരിയാട്ടിൻ കൂട്ടങ്ങളെ കാണാം. ഇത്രം വിജനമായി കിടക്കുന്ന ഒരു പച്ച നാമ്പ് പോലുമില്ലാത്ത ഈ ഭൂപ്രകൃതിയിൽ എന്താണ് അവർ തപ്പിപ്പറക്കി തിന്നുന്നത് എന്ന് മനസ്സിലാകുന്നില്ല. പക്ഷേ ചെമ്മരിയാടുകളുടെ വലിയ കൂട്ടങ്ങളാണ്. അവയെ മേയിച്ചു നടക്കാൻ കുതിരപ്പുറത്ത് 1-2 ആളുകൾ മാത്രം. ആയിരക്കണക്കിന് ചെമ്മരിയാടുകൾ ഈ മഞ്ഞിലൂടെ എന്തൊക്കെയോ തപ്പിപ്പറക്കി അതിൻ്റെ അന്നം കണ്ടെത്തുന്നു. ഒന്നിച്ചുള്ള അവരുടെ യാത്ര കണ്ണുകൾക്ക് ഒരു കുളിര് നൽകുന്നതാണ്. ഈ വിജനതയിൽ മറ്റെന്ത് കാഴ്ചയാണ് ഉള്ളത്? ഇപ്പോൾ മനസ്സിലേക്ക് കടന്നു വരുന്ന ചിന്ത, ഈ കാഴ്ചകളൊക്കെ ഒരു പ്രാവശ്യം നമ്മുടെ കണ്ണുകൾക്ക് ഇമ്പം നൽകും. എന്നാൽ ഇവിടെ ജീവിക്കുന്നവരുടെ അവസ്ഥയോ? പലപ്പോഴും ചിന്തിക്കാറുണ്ട്. മിക്കവാറും എല്ലാ ടൂറിസ്റ്റ് സങ്കേതങ്ങളും ഇങ്ങനെയാണ്. 1-2 ദിവസത്തെ കാഴ്ചകൾക്ക് അത് മനോഹരമാണ്. പക്ഷെ ഒരു താമസത്തിന് ഒരിക്കലും പറ്റിയ സ്ഥലമല്ല. ഇതൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങൾ ചാരിയൻ കനിയനിലെത്തി. ലക്ഷക്കണക്കിന് വർഷങ്ങളിലൂടെ പ്രകൃതി നടത്തിയ വികൃതിയുടെ ഫലമായി ഉണ്ടായ ഒരു ഗർത്തം. ഉയർന്നു നിൽക്കുന്ന തിട്ടകളും ചെമ്മൺ കുന്നുകളും നിറഞ്ഞ ഒരു ഭൂപ്രദേശം. അവിടെ നമ്മുടെ വാഹനം ഉപയോഗിക്കുവാൻ പറ്റില്ല. അവിടെ തന്നെ അറേഞ്ച് ചെയ്തിരിക്കുന്ന ഓഫ് റോഡ് വാഹനത്തിൽ ഈ മലയിടുക്കിലൂടെ നമുക്ക് കുന്നിൻ ചെരുവിലൂടെയുള്ള ഗർത്തത്തിലൂടെ നമുക്ക് താഴേക്ക് സഞ്ചരിക്കാം. അവിടെ ഞങ്ങൾക്ക് അസഹ്യമായ തണുപ്പാണ് അനുഭവപ്പെട്ടത്. ഈ മലയിൻ ചെരുവായതുകൊണ്ട് തണുത്ത കാറ്റ് വീശിയടിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ചുറ്റുമുള്ള കാഴ്ചകൾ വളരെ മനോഹരമായിരുന്നു. അത്രയും നേരം ഞങ്ങൾ കണ്ട പ്രകൃതിയുടെ ഭാവമേ ആയിരുന്നില്ല അപ്പോൾ കാണാനുണ്ടായിരുന്നത്.
ചെമ്മൺ തിട്ടകളാൽ രണ്ടു വശവും പൊങ്ങി നിൽക്കുന്ന കുത്തനെയുള്ള മലകൾ അല്ലെങ്കിൽ മലഞ്ചെരിവുകൾ, ചിലപ്പോൾ നമ്മൾ തുരങ്കങ്ങളിലൂടെ എന്ന പോലെ വളരെ ഇടുങ്ങിയ സ്ഥലങ്ങളിലൂടെയാണ് യാത്ര ചെയ്യുന്നത്. കുന്നിറങ്ങി നമ്മൾ താഴോട്ടെത്തുമ്പോൾ അവിടെ മനോഹരമായ ഒരു നീരരുവി, പ്രശാന്തസുന്ദരമായ ആ പ്രദേശത്തിൻ്റെ താഴ്വാരത്തോടു കൂടി ഈ മഞ്ഞുരുകിയ ജലമായിരിക്കാം വരുന്നത്. പക്ഷെ നല്ല കണ്ണുനീർ പോലെ തെളിഞ്ഞ വെള്ളമൊഴുകുന്ന ഒരു ചെറിയ അരുവിയുണ്ട്. ഞങ്ങളെല്ലാവരും അവിടെ ആ ഓളം വിശ്രമിച്ചു. ആ പ്രകൃതിയുടെ ഭംഗിയെല്ലാം ആസ്വദിച്ച് തിരിച്ച് കൊൽസായിലോട്ടുള്ള യാത്ര തുടർന്നു. ഷെറിയാൻ കനിയൻ കഴിഞ്ഞ് കുറച്ച് മുമ്പോട്ട് പോകുമ്പോൾ അധിക ദൂരെ അല്ലാതെ തന്നെ മറ്റൊരു കനിയനുണ്ട്. അതാണ് ബ്ലാക്ക് കനിയൻ. ഞങ്ങളുടെ അടുത്ത യാത്ര അങ്ങോട്ടാണ്. ഇപ്പോൾ ശ്രദ്ധിക്കൂ, ചുറ്റുമുള്ള പ്രദേശങ്ങളെല്ലാം കറുത്ത മണ്ണാണ് എങ്കിലും അവിടെ ഒരു ചെറുതരി വൃക്ഷമോ ചെറുതരി പുല്ലോ പോലും നമുക്ക് കാണാനില്ല. ഞങ്ങൾ ബ്ലാക്ക് കനിയൻ്റെ അടുത്തെത്തി. ഇതിനു മുമ്പ് പോയ ഷെറിയൻ കനിയൻ പോലെയല്ല. ബ്ലാക്ക് കനിയൻ നല്ല ആഴമുള്ള കനിയനാണ്. ഞങ്ങൾ കുറച്ചു നേരം മാത്രം അവിടെ ചെലവഴിച്ചു. നല്ല ആഴമുള്ള ഈ അഗാധ ഗർത്തത്തിൻ്റെ സൈഡിൽ നിർമ്മിച്ചിരിക്കുന്ന സംരക്ഷണ ഭിത്തി വളരെ മോശമായിരുന്നു. ചെറിയൊരു കമ്പി മാത്രമേ അവിടെ സംരക്ഷണ കവചമായിട്ടുണ്ടായിരുന്നുള്ളൂ. ആ കാഴ്ചകളൊക്കെ ക്യാമറയിൽ പകർത്തി ഞങ്ങളുടെ യാത്ര പൂർവാധികം ശക്തിയോടെ കൊൽസായി ലക്ഷ്യമാക്കി തുടർന്നു. പിന്നീട് അങ്ങോട്ടുള്ള കാഴ്ച അവർണ്ണനീയമാണ്. എത്ര മനോഹരമായ കാഴ്ച! ചുറ്റും മഞ്ഞു പുതഞ്ഞ ഭൂപ്രദേശങ്ങൾ. വാക്കുകൾക്ക് വർണ്ണനാതീതമായ കാഴ്ചകളെ ഒപ്പിയെടുക്കുവാൻ എൻ്റെ ക്യാമറയ്ക്കാകുന്നില്ല എന്നല്ലാതെ എന്തു പറയാൻ. ഇങ്ങനെയും ഭൂപ്രദേശങ്ങൾ ഉണ്ടോ എന്ന് ചിന്തിപ്പിക്കുന്ന വിധത്തിലുള്ള പ്രദേശങ്ങൾ. ചിലപ്പോൾ എൻ്റെ അജ്ഞത കൊണ്ടും ഇത്രയും മഞ്ഞു മൂടിയ ഭൂപ്രദേശങ്ങളിലൂടെയുള്ള ആദ്യ യാത്രയുടെ എക്സൈറ്റ്മെന്റ് കൊണ്ടുമാകാം. എന്തായിരുന്നാലും ഞങ്ങൾ 10 പേർക്കും ഇതൊരാദ്യാനുഭവമായിരുന്നു. കണ്ണും മനസ്സും കുളിർപ്പിക്കുന്ന പ്രകൃതി ഭംഗി. പെട്ടെന്ന് ഓർമ്മ വന്നത് സൊസൈറ്റി ഓഫ് സ്നോ എന്ന സിനിമയാണ്. 1972 ഒരു ഫ്ലൈറ്റ് ആക്സിഡന്റിൽപ്പെട്ട് ആൻഡസ് പർവ്വത നിരകളിലെ മഞ്ഞിൽ പുതഞ്ഞ 72 ദിവസങ്ങൾ ആരോരും സഹായത്തിനില്ലാതെ 16 കൂട്ടുകാർ ജീവിച്ച കഥ പറയുന്ന സിനിമ. ഇവിടെയും കിലോമീറ്ററുകളോളം ഒരു ജീവന്റെ തരിമ്പിനെ പോലും കാണാനില്ല. ഇങ്ങനെയൊക്കെ ചിന്തിച്ചാൽ ചെറിയൊരാദി മനസ്സിൽ ബാധിക്കും. അതുകൊണ്ട് ആ ചിന്തകളെയൊക്കെ വഴിയിൽ തള്ളി ഞങ്ങൾ ചുറ്റുമുള്ള കാഴ്ചകളിലേക്ക് തിരിഞ്ഞു. ഇവിടെയും അങ്ങിങ്ങായി ചില കുതിരകൾ മേയുന്നുണ്ട്. ഞങ്ങൾ കൊൽസായി വില്ലേജിനോട് അടുത്തു എന്നതിൻ്റെ സൂചനയാണിത്. ഇപ്പോൾ സമയം ഉച്ചയായി. എവിടെയൊക്കെയോ ചെറിയൊരു വിശപ്പിൻ്റെ ചൂളംവിളി കേട്ടു തുടങ്ങിയിരിക്കുന്നു. ഇന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. വൈഫിൻ്റെ ജന്മദിനമാണെന്ന്. ഒരു സർപ്രൈസ് ബർത്ത്ഡേ പാർട്ടിയും ഈ മഞ്ഞു മൂടിയ ഗ്രാമത്തിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെ വഴിവെക്കിൽ ഹോട്ടലുകളൊന്നും കണ്ടെത്താൻ സാധിക്കുകയില്ല. അതുകൊണ്ട് ഞങ്ങളുടെ ഡ്രൈവർ ശരിയാക്കി തന്നാണ് അദ്ദേഹത്തിൻ്റെ പരിചയത്തിൽപ്പെട്ട ഒരു ഹോം സ്റ്റേ മാതിരിയുള്ള റെസ്റ്റോറൻറ്റ് എന്നൊന്നും പറയാൻ പറ്റത്തില്ല, ഒരു വീടാണ്. വീടിൻ്റെ അകത്ത് നല്ല സൗകര്യങ്ങളൊക്കെ ഒരുക്കിയിരുന്നു. ഭക്ഷണം ഇത്തിരി കത്തിയാണ് എന്ന് തന്നെ പറയാം. അവിടെ നല്ല ചാർജാണ് ഞങ്ങളുടെ അടുത്ത് നിന്ന് ഈടാക്കിയത്. പക്ഷേ വീടിനുള്ളിലെ ടേബിൾ സെറ്റിങ്ങും ഡൈനിങ് ഹാളും എല്ലാം വളരെ മനോഹരമായിരുന്നു. അതുകൊണ്ട് ഞങ്ങളങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു. ട്രഡീഷണൽ കസാക്കി വിഭവങ്ങളാണ് പ്രധാനമായും അവർ ഒരുക്കിയിരുന്നത്. മെയിൻ കോഴ്സ് എന്ന് പറയുന്നത് മീറ്റ് പുലാവ് ആൻഡ് ചിക്കൻ പുലാവ് ആയിരുന്നു. കൂടത്തിൽ ഫ്രൂട്ട് ടീ, ബ്രെഡ്, മാർമലാഡ്, ഇങ്ങനെ പല ഐറ്റങ്ങളും. എനിവേ ഞങ്ങൾ ആ ബർത്ത്ഡേ വളരെ സന്തോഷപൂർവ്വം നന്നായിട്ട് അവിടെ ആഘോഷിക്കുവാൻ പറ്റി. ജീവിതത്തിലെ ഒരു വ്യത്യസ്തമായ അനുഭവത്തിൻ്റെ നേർക്കാഴ്ച.
ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞ് വീണ്ടും ഞങ്ങൾ യാത്ര തുടർന്നു. അന്നവിചാരം, മുന്നവിചാരം, പിന്നെ വിചാരം, കാര്യവിചാരം എന്നല്ലേ. വയർ നിറഞ്ഞതിനാൽ എല്ലാവർക്കും ഒരു ഉന്മേഷമൊക്കെ വന്നിട്ടുണ്ട്. അടുത്ത യാത്ര കൊൽസായിലേക്ക് ലക്ഷ്യമാക്കിയാണ്. പ്രകൃതിയുടെ ശാന്തതയിലേക്ക്. ആൽപൈൻ മരങ്ങൾ നിറഞ്ഞ മലയിടുക്കുകൾക്കിടയിലൂടെ മരതക വനങ്ങൾക്കിടയിലുള്ള മഞ്ഞുമൂടി കിടക്കുന്നില്ലായിരുന്നു എങ്കിൽ ക്രിസ്റ്റൽ ക്ലിയർ ജലം നിറഞ്ഞ ശുദ്ധജല തടാകക്കരയിലേക്കുള്ള യാത്ര. വസന്തകാലമായിരുന്നെങ്കിൽ പല വർണ്ണങ്ങൾ നിറച്ച് മനോഹരമായി അണിഞ്ഞൊരുങ്ങി കുണുങ്ങി നിൽക്കേണ്ട മലനിരകൾ ഇപ്പോൾ മഞ്ഞു പുതഞ്ഞ് നിൽക്കുന്നു. നീലാകാശത്തിനെ മുത്തം വെച്ച് മഞ്ഞുരുക്കിക്കൊണ്ടിരിക്കുന്ന പൊടിമുടികൾ. മലഞ്ചെരിവിൽ കൂൺ പോലെ തോന്നിക്കുന്ന കോട്ടേജുകൾ ഒക്കെ കണ്ടുകൊണ്ട് വളഞ്ഞും പുളഞ്ഞും ഒരു പാമ്പിനെ പോലെ കിടക്കുന്ന വഴിയിലൂടെയുള്ള യാത്ര. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നിങ്ങൾക്കൊരു അവസരം കിട്ടിയാൽ തീർച്ചയായും വന്നിരിക്കേണ്ട ഒരു സ്ഥലമാണിത്. ഞങ്ങൾ കൊൽസായി തടാകത്തിന് അടുത്തേക്ക് എത്താറായി. ഈ ഭാഗത്ത് കുറച്ച് റിസോർട്ടുകളുണ്ട്. അവ റോഡിന്റെ ഇരുവശങ്ങളിലുമായി കാണാം. കാഴ്ചയിൽ അത്ര വലിയ ആഡംബരങ്ങളൊന്നുമില്ലാതെ പ്രകൃതിയോട് ഇണങ്ങിയ കോട്ടേജുകൾ. അങ്ങനെ ഞങ്ങൾ അൽമാട്ടിയിൽ നിന്നും 300 കിലോമീറ്ററുകളോളം സഞ്ചരിച്ച് ഞങ്ങളുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തിയിരിക്കുകയാണ്. ഈ പർവ്വതങ്ങളാൽ ചുറ്റപ്പെട്ട കൊൽസായി ലേക്കിന്റെ പാർക്കിംഗ് ഗ്രൗണ്ടിൽ ഞങ്ങൾ എത്തിയിരിക്കുന്നു. വണ്ടി പാർക്ക് ചെയ്ത് ഞങ്ങൾ പ്രകൃതിയുടെ ഈ മാസ്മരികതയിലേക്ക് ഇറങ്ങി. ഇതാണ് കൊൽസായി ലേക്ക്. വളരെ മനോഹരമായ, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മലപ്രദേശം. മഞ്ഞു മൂടി കിടക്കുന്ന ഒരു ടേബിൾ ടോപ്പ് മൗണ്ടെയിൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഈ മലയുടെ മുകളിൽ ഒരു പീഠം പോലെ ഈ കുന്നിനെ വെട്ടിനിരത്തിയതായിരിക്കാം. എന്തായാലും അമേസിങ്, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട്, പക്ഷെ വളരെ ഭയാനകമായ ചെങ്കുത്തായ കുത്തനെയുള്ള ഇറക്കം. മരങ്ങളെല്ലാം മഞ്ഞു മൂടി നിൽക്കുകയാണ്. പർവ്വതങ്ങളെല്ലാം മഞ്ഞു മൂടി. മഞ്ഞിൻ്റെ ഒരു 1-2 അടി കട്ടിയിലുള്ള മഞ്ഞിൻ്റെ കണം. ഇനി നിങ്ങളെ കാണിച്ചു തരാം ഒരത്ഭുതത്തിൻ്റെ ലോകം. ആ ദൂരെ കാണുന്ന വെള്ള കളറിലുള്ളത് അതാണ് കൊൽസായി ലേക്ക്. ആ തടാകം മുഴുവൻ മഞ്ഞിൻ്റെ ഒരു കട്ടയായി മാറിയിരിക്കുകയാണ്. ഓ, വാട്ട് എ ബ്യൂട്ടിഫുൾ പ്ലേസ്. നമ്മുടെ പ്രകൃതിയുടെ ഓരോ വികൃതിയും നമ്മളിങ്ങനെ ഓരോ സ്ഥലങ്ങളിൽ കൂടെ പോകുമ്പോഴാണ് കാണുന്നത്, ആസ്വദിക്കുന്നത്. എന്തെല്ലാം ജീവിതങ്ങൾ, എന്തെല്ലാം പ്രകൃതി, എന്തെല്ലാം വൈവിധ്യങ്ങൾ. ഈ ലോകം എന്തെല്ലാം വൈവിധ്യങ്ങളുടെ ഒരു കേന്ദ്രമാണ്. ഇതാണ് പറയുന്നത്. ഓരോ യാത്രകളും ഓരോ അനുഭവങ്ങളാണ്. ഓരോ യാത്രകളും ഓരോ പാഠങ്ങളാണ്. വ്യത്യസ്തമായ ജീവിത രീതികൾ, വ്യത്യസ്തമായ ഭൂപ്രകൃതികൾ, വ്യത്യസ്തമായ കാലാവസ്ഥ, വ്യത്യസ്തമായ ജീവിത സാഹചര്യങ്ങൾ. പക്ഷേ എല്ലായിടത്തും എവിടെയും മനുഷ്യൻ്റെ ജീവിത സാഹചര്യങ്ങളും ജീവിത നിലവാരങ്ങളും ജീവിത ക്രമങ്ങളുമൊക്കെ വ്യത്യസ്തമാണെങ്കിലും മനുഷ്യൻ ജീവിക്കും. ഈ മഞ്ഞു മൂടിയ ഭൂപ്രദേശത്തും മനുഷ്യൻ ജീവിക്കുന്നു കാലാകാലങ്ങളായി, നൂറ്റാണ്ടുകളായിട്ട്. ഇതിൽ നിന്നൊക്കെയാണ് നമ്മൾ പാഠങ്ങൾ ഉൾക്കൊള്ളേണ്ടത്. എന്തിനേയും അതിജീവിക്കാൻ ശക്തമായ കരുത്തുള്ള ഒരു ജീനസാണ് ഈ മനുഷ്യ സമൂഹം എന്ന് പറയുന്നത്. കൊൽസായിയിൽ 3 തടാകങ്ങളാണുള്ളത്. നമ്മൾ ആദ്യം കാണുന്നതാണ് ഒന്നാമത്തെ തടാകം. പുൽമേടുകളും വനങ്ങളും നിറഞ്ഞ പ്രദേശം. ഇപ്പോൾ മഞ്ഞിന്റെ പരവതാനി വിരിച്ച പോലെ കാണപ്പെടുന്നു. തടാകത്തിന് ചുറ്റും നമുക്ക് സഞ്ചരിക്കാം. വേനൽക്കാലമായാൽ ഇതിലൂടെ ബോട്ടിംഗ് ഉണ്ട്. രണ്ടാമത്തെ തടാകത്തിലേക്ക് ഈ മലഞ്ചെരിവിലൂടെ സാഹസികമായി നടന്നു പോകണം. നല്ലൊരു ട്രെക്കിംഗ് സെന്റർ കൂടിയാണിത്. വേനൽക്കാലത്ത് ഒത്തിരിയേറെ സഞ്ചാരികൾ ഈ സ്വച്ഛന്ദ സുന്ദരമായ ആകാശത്തിന് കീഴിൽ പ്രകൃതിയുടെ തൊട്ടിലിൽ നക്ഷത്രങ്ങളാൽ വർണ്ണാഭമായ തെളിഞ്ഞ ആകാശത്തിന്റെ സൗന്ദര്യം ആസ്വദിച്ച് രാത്രി ചിലവഴിക്കുവാൻ എത്താറുണ്ട്. ഈ പ്രദേശം ജൈവ സമ്പത്തിന്റെയും വൈവിധ്യത്തിന്റെയും വിവിധ തരത്തിലുള്ള പക്ഷിമൃഗാദികളുടെയും വിഹാര രംഗങ്ങൾ കൂടിയാണ്. കാലാവസ്ഥയ്ക്കനുസരിച്ച് പ്രകൃതിയുടെ ഭാവം മാറുന്നു. വേനൽക്കാലത്ത് പുൽമേടുകളും കാട്ടുപൂക്കളാലും നിറയും.
ശരത്കാലത്ത് മരങ്ങൾ വർണ്ണവിസ്മയം തീർത്ത് വിവിധ നിറത്തിലുള്ള ഇലകൾ കൊണ്ട് ചിത്രങ്ങൾ വരയ്ക്കും. ഇപ്പോൾ ഇതാ പ്രകൃതി മഞ്ഞണിഞ്ഞ് കുണുങ്ങി നിൽക്കുന്നു. അതെ, ലോകത്തിലെ ഏറ്റവും മനോഹരമായ പ്രകൃതി ദൃശ്യങ്ങളുടെ കലവറയാണ് ബൊൺസായി. അങ്ങനെ ഈ പ്രകൃതി സൗന്ദര്യത്തിൽ മനം നിറഞ്ഞ് ആനന്ദ നൃത്തം ചവിട്ടി ഇനിയും എന്നെങ്കിലും ഒരിക്കൽ കൂടിയെങ്കിലും ഇവിടെ എത്താൻ ഭാഗ്യമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ മടങ്ങി. നാളെ പുതിയൊരു കാഴ്ചയിലേക്ക് ക്യാമറ കണ്ണുകൾ മിഴി തുറക്കുന്നതിനായി കാത്തിരിക്കുക.